പ്യാരെ ദോസ്തോ ആദാബ്. നമ്മുടെ 10ാം ക്ലാസ് ഉറുദു പാഠപുസ്തകത്തിലെ പെഹല യൂണിറ്റ് ദിൽ സേ ദിൽ മിലായെ എന്ന യൂണിറ്റിലെ ആദ്യ ചാപ്റ്റർ നസം സത്താത്തി ഹെ മുഫ്ലിസി നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ മെഹനത്ത് രംഗിലായി എന്ന ഒരു ആപ്ബീത്തിയാണ്. ഒരു ആത്മകഥാ രൂപത്തിലുള്ള ഒരു വിവരണമാണ് ഈ ചാപ്റ്റർ. തൻ്റെ മക്കളെ പോറ്റി വളർത്താൻ കഠിനാധ്വാനം ചെയ്ത ഒരു അമ്മയുടെ കഥയാണ് ഇവിടെ വിവരിക്കുന്നത്. അതായത് ലക്ഷ്മി എന്ന അമ്മ തൻ്റെ 2 മക്കൾ സാജനും മാലതിയും, സാജൻക്ക് 8 വയസ്സും മാലതിക്ക് 5 വയസ്സുമുള്ള സമയത്ത് അവരുടെ പിതാവ് അഥവാ ലക്ഷ്മിയുടെ ഭർത്താവ് മരണപ്പെട്ടു. ശേഷം മക്കളെ വളർത്താനും അവരുടെ പഠന ചെലവുകൾ കണ്ടെത്താനും വേണ്ടി വിവിധങ്ങളായ ജോലികൾ ചെയ്ത് അവരെ പോറ്റി വളർത്തി. അങ്ങനെ സാജൻ സ്കൂളിലൊക്കെ പഠിച്ചു. അവർക്ക് വേണ്ടി ലക്ഷ്മി എല്ലാം ചെയ്തു കൊടുത്തു, പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട്. അങ്ങനെ പഠിച്ച് അവസാനം സാജൻ ഉന്നതമായൊരു പരീക്ഷ അഥവാ IAS പരീക്ഷ പാസ്സായി. അങ്ങനെ അവസാനം ലക്ഷ്മിയുടെ ഈ അധ്വാനങ്ങൾക്കെല്ലാം ഒരു ഫലം കണ്ടു. ആ അധ്വാനത്തിൻ്റെ ഫലം കണ്ടു. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു വിവരണമാണ് ഈ പാഠത്തിലുള്ളത്. നമുക്ക് പാഠത്തിലേക്ക് കടന്ന് കൂടുതൽ ചർച്ച ചെയ്യാം. ज़माना गुज़रता गया. लक्ष्मी मामूल के मुताबिक अपने काम में मसरूफ़ होती रही. उसकी पेशानी पर ज़माने की बनाई हुई जरिया साफ साफ दिखाई दे रही थी. फिर भी उसके दिल में उम्मीद की किरणें बाकी थी. अब उसका बेटा साजन शहर के एक मशहूर कॉलेज में पढ़ रहा है. ज़माना गुज़रता गया. കാലം കടന്നുപോയി. ലക്ഷ്മി മാമൂൽ के मुताबिक अपने काम में मसरूफ़ होती रही. ലക്ഷ്മി സാധാരണ പോലെ തന്നെ തൻ്റെ ജോലിയിൽ വ്യാപൃതയായി. उसकी पेशानी पर ज़माने की बनाई हुई जरिया साफ साफ दिखाई दे रही थी. അവരുടെ നെറ്റിയിൽ കാലം വരുത്തിവെച്ച ചുളിവുകൾ വ്യക്തമായി കാണാമായിരുന്നു. പേശാനി മാന നെറ്റി, ഫോർഹെഡ്. ജമാനെ കി ബനായി ഹുയി ജരിയ മീൻസ് ജരിയ മാന ചുളിവുകൾ എന്ന് പറയാം. കാലം വരുത്തിവെച്ച ചുളിവുകൾ പ്രായമേറെ കുറയാകുമ്പോൾ വരുന്ന ശാരീരികാവസ്ഥ ചിത്രീകരിച്ചതാണ്. फिर भी उसके दिल में उम्मीद की किरणें बाकी थी. എന്നിട്ടും അവരുടെ മനസ്സിൽ പ്രതീക്ഷയുടെ കിരണങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ഉമ്മീദ് കി കിരണേ മാന പ്രതീക്ഷയുടെ കിരണങ്ങൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അബ് ഉസ്കാ ബേട്ട സാജൻ ഇപ്പോൾ അവരുടെ മകൻ സാജൻ शहर के एक मशहूर कॉलेज में पढ़ रहा है. പട്ടണത്തിലെ ഒരു പ്രശസ്തമായ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. एक दिन शाम को लक्ष्मी अपना काम ख़त्म करके घर की तरफ लौट रही थी. ഒരു ദിവസം വൈകുന്നേരം ലക്ഷ്മി തൻ്റെ ജോലിയൊക്കെ പൂർത്തിയാക്കി വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. രാസ്തേ മേ ഉസ്കി പഡോസി സാബിറ ദൗड़ती हुई आई और बहुत खुशी के साथ कहने लगी.
मुबारक हो लक्ष्मी चाची, कुछ सुना? तुम्हारा बेटा किसी इम्तिहान में कामयाब हुआ है। घर में गाँव वाले और चैनल वाले आ गए हैं। एक दिन शाम को लक्ष्मी अपना काम ख़त्म करके घर की तरफ लौट रही थी. എന്താ പറഞ്ഞത്, ഒരു ദിവസം വൈകുന്നേരം ലക്ഷ്മി തൻ്റെ ജോലിയൊക്കെ പൂർത്തിയാക്കി വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. രാസ്തേ മേ വഴിയിൽ വെച്ച് ഉസ്കി പടോസി സാബിറ ദൗഡ്തി ഹുയി ആയി. അവരുടെ അയൽവാസിയായ സാബിറ വേഗത്തിൽ വരികയും और बहुत खुशी के साथ कहने लगी, വളരെ സന്തോഷത്തോടു കൂടി പറയുകയും ചെയ്തു. അവരോട് പറഞ്ഞു, മുബാറക് ഹോ ലക്ഷ്മി ചാച്ചി, കൺഗ്രാജുലേഷൻസ് ലക്ഷ്മി ആൻറ്റി, കൺഗ്രാജുലേഷൻസ്, അഭിനന്ദനങ്ങൾ. കുച്ച് സുന, നിങ്ങൾ കേട്ടോ, നിങ്ങൾ എന്തെങ്കിലും കേട്ടോ, അറിഞ്ഞോ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. തുമാര ബേട്ട കിസി ഇംതിഹാൻ മേ കാമയാബ് ഹുവാ ഹെ, നിങ്ങളുടെ മകൻ ഏതോ ഒരു പരീക്ഷയിൽ പാസ്സായിരിക്കുന്നു. കാമയാബ് പാസ്സാവുക, ഇംതിഹാൻ പരീക്ഷ, പാസ്സായിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. घर में गाँव वाले और चैनल वाले आ गए हैं. വീട്ടിൽ ഗ്രാമത്തിലുള്ള ആളുകളും ചാനലിൻ്റെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. സാബിറ, തും യെ ക്യാ കഹ രഹി ഹോ? हाँ लक्ष्मी चाची, जल्दी घर पहुँचो, तब पता चल जाएगा. അതേ ലക്ഷ്മി ആൻറ്റി, വേഗത്തിൽ വീട്ടിലെത്തൂ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ലക്ഷ്മി ഖുഷി और घबराहट के साथ घर पहुंची. ലക്ഷ്മി സന്തോഷത്തോടെയും അതേസമയം ജിജ്ഞാസയോടെയും കൂടി അല്ലെങ്കിൽ പരിഭ്രാന്തിയോടെയും കൂടി വീട്ടിലെത്തിച്ചേർന്നു. ഖുഷി और घबराहट, ഖുഷി മാന സന്തോഷം, ഘബറാഹറ്റ് ജിജ്ഞാസ, ആകാംക്ഷ, വിഭ്രാന്തി എന്നൊക്കെ അർത്ഥം പറയാം. माँ को देखकर साजन दौड़ते हुए आया, वो खुशी से फूले न समाया और कहने लगा. അമ്മയെ കണ്ട് സാജൻ ഓടി വന്നു. അവൻ സന്തോഷാധിക്യത്തോടെ പറയാൻ തുടങ്ങി, ഉമ്മി, मैं IAS പാസ് ഹോ ഗയാ ഹൂ. അമ്മേ, ഞാൻ IAS പാസ്സായി. दोनों की आंखें भर आए. इतने में चैनल वालों ने माँ बेटे को घेर लिया और पूछने लगे. അവർ രണ്ടുപേരുടെയും നയനങ്ങൾ ഈറനണിഞ്ഞു. ബാഷ്പാർദ്രമായി. ചാനൽക്കാർ അവർ രണ്ടുപേർക്കും ചുറ്റും കൂടി. അവർ ചോദിച്ചു, आपकी इस अजीम कामयाबी के पीछे किसका हाथ है? താങ്കളുടെ ഈ വലിയ വിജയത്തിൻ്റെ പിറകിലുള്ള രഹസ്യമെന്താണ് എന്നാണ് അവർ ചോദിച്ചത്. ആ സമയത്ത് സാജൻ പറയുകയാണ്, साजन ने माँ की तरफ इशारा करते हुए कहा, मेरी सारी खामियों की हकदार सिर्फ मेरी माँ है. माँ. സാജൻ അമ്മയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ എല്ലാ നേട്ടങ്ങളുടെയും ചാലകശക്തി എൻ്റെ അമ്മ മാത്രമാണ്. എൻ്റെ എല്ലാ വിജയങ്ങളുടെയും കടപ്പാട് എൻ്റെ അമ്മയോടാണ് എന്ന രൂപത്തിലാണ് സാജൻ പറഞ്ഞത്. അച്ഛാ, ഓ കൈസെ, ഗുഡ്.
അതെങ്ങനെയാണ്? माँ शहर में दुकानों की सफाई के लिए जाया करती थी, बड़ी मुश्किल से घर के अखराजात और मेरी पढ़ाई के लिए रुपये जमा करती थी. അമ്മ പട്ടണത്തിൽ ഷോപ്പുകളും മറ്റും ശുചീകരിക്കാൻ പോകും. വളരെ ബുദ്ധിമുട്ടി വീട്ടിലെ ചെലവുകൾക്കും അതുപോലെ എൻ്റെ പഠനത്തിന് വേണ്ടിയും കാശ് സംഭരിച്ചിരുന്നു. आज मेरी माँ की मेहनत रंग लाई है. आज मेरी माँ की मेहनत रंग लाई है. ഇന്ന് എൻ്റെ അമ്മയുടെ അധ്വാനത്തിന് ഫലം കണ്ടിരിക്കുന്നു. अखबार और चैनल वालों ने कई सवालात किए. लक्ष्मी अपनी कहानी जज्बाती अंदाज में कहने लगी. പത്രക്കാരും ചാനൽക്കാരും പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. ലക്ഷ്മി വികാരാധീനയായിക്കൊണ്ട് തൻ്റെ കഥ വിവരിക്കാൻ തുടങ്ങി. मेरे शौहर के इंतकाल के वक्त साजन की उम्र 8 साल और मालती की उम्र 5 साल की थी. എൻ്റെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് സാജനിക്ക് 8 വയസ്സും മാലതിക്ക് 5 വയസ്സുമായിരുന്നു. हम गाँव में खेत के किनारे एक झोंपड़ी में रहा करते थे. ഞങ്ങൾ ഗ്രാമത്തിൽ ഒരു പാടത്തിൻ്റെ തീരത്ത്, വയലിൻ്റെ തീരത്ത് ഒരു കൊച്ചു കൂരയിൽ താമസിക്കുകയായിരുന്നു. झोंपड़ी കൂര, കൊച്ചുകൂര. ജിന്ദഗി ഗുസാർനെ കെ ലിയെ ജിന്ദഗി ഗുസാർനെ കെ ലിയെ മെഹനത്ത് മസ്ദൂരി കർണി പടി. ജീവിതാവശ്യങ്ങൾക്കായി എനിക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടതായി വന്നു. मुख्तलिफ घरों में काम करती और साथ साथ दुकानों और गली कोचों की सफाई भी करती रही. വിവിധ വീടുകളിൽ ജോലി ചെയ്ത് അതുപോലെ വിവിധ ഷോപ്പുകളും തെരുവുകളൊക്കെ വൃത്തിയാക്കിയും പണിയെടുത്തു. शाम को घर लौटते वक्त दुकानों से पुराने अखबार और रिसाले ले आती, जिनको बच्चे खुशी खुशी पढ़ते थे. इसी वजह से उनको कुतुब लेने की आदत पड़ गई थी. शाम को घर लौटते वक्त വൈകിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ദുക്കാനോ സെ പുരാനെ അഖ്ബാർ ഓർ റിസാലെ ലേ ആത്തി. കടകളിൽ നിന്നും കിട്ടുന്ന പഴയ ന്യൂസ് പേപ്പറുകളും മാഗസിനുകളും കൊണ്ടുവരും. ജിൻകോ ബച്ചെ ഖുഷി ഖുഷി പഠ്തേ തെ. കുട്ടികൾ അത് സന്തോഷത്തോടെ വായിക്കുമായിരുന്നു. ഇസി വജാ സെ ഉൻകോ കുതുബ് ലേനെ കി ആദത്ത് പട് ഗയി തി. ഇത് കാരണമായി അവർക്ക് പുസ്തക വായന ഒരു ഹാബിറ്റായി മാറി. പുസ്തക വായന ഒരു ഹാബിറ്റ്, ഒരു വിനോദമായി മാറി. ആകെ ചൽക്കർ ഉസ്നെ മുഖ്തലിഫ് മുഖാബല ജാതി പ്രോഗ്രാമോं में हिस्सा लिया और कई इनाम भी हासिल किए. വ്യത്യസ്തമായ പല മത്സര പരീക്ഷകളിലും പങ്കെടുക്കാൻ അവൻ മുന്നിട്ടിറങ്ങും. അങ്ങനെ പല ബഹുമതികളും സമ്മാനങ്ങളും നേടി. एक दिन का वाक़या है जब साजन स्कूल में पढ़ रहा था. उस दिन शाम को वो नए कपड़े पहनकर स्कूल से लौट आया. സാജൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം ഒരു സംഭവമുണ്ടായി. അന്നേ ദിവസം ഉസ് ദിൻ അവൻ പുതിയ വസ്ത്രം ധരിച്ച്
നയേ കപ്പടെ പഹൻകർ, പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു. അപ്പോൾ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അന്ന് അവൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നത്. ക്യോ ബേട്ടെ ആജ് യെ നയേ കപ്പടെ കഹാ സെ മിലെ? ഉമ്മി യെ മേരെ ജിഗരി ദോസ്ത് അൽത്താഫിനെ ദിയേ ഹേ. എന്താ മോനേത്, ഈ പുതിയ വസ്ത്രം ഇന്ന് നിനക്ക് എവിടുന്നാ കിട്ടിയത്? അപ്പോൾ സാജൻ പറഞ്ഞതാണ്, ഉമ്മി യെ മേരെ ജഗരി ദോസ്ത് അൽത്താഫിനെ ദിയേ ഹേ. ഇത് എൻ്റെ ഉറ്റ സുഹൃത്ത്, എൻ്റെ ആത്മസുഹൃത്ത് അൽത്താഫ് തന്നതാണ് എന്ന് സാജൻ പറഞ്ഞു. ബാദ് മേ പത്താ ചലാ കെ സ്കൂൾ കെ സെമിനാർ മേ സാജൻ ने हिस्सा लिया था. अल्ताफ़ ने उसको नए कपड़े लाकर दिए थे क्योंकि साजन के कपड़े बड़े पुराने हो गए थे. इस वक्त मैं सोच रही थी कि मैं कितनी बदनसीब माँ हूँ, अपने बेटे को नए कपड़े तक खरीद कर न दे सकी. बाद में पता चला कि स्कूल के सेमिनार में साजन ने हिस्सा लिया था. സ്കൂളിലെ ഒരു സെമിനാറിൽ സാജൻ പങ്കെടുത്തിരുന്നു എന്ന കാര്യം പിന്നീട് എനിക്ക് മനസ്സിലായി. അൽത്താഫിനെ ഉസ്കോ നയേ കപ്പടെ ലാക്കർ ദിയേ തെ. അൽത്താഫ് അവന് പുതിയ വസ്ത്രം കൊണ്ടുവന്ന് കൊടുത്തു. ക്യോങ്കെ സാജൻ കെ കപ്പടെ പടെ പുരാനെ ഹോ ഗയേ തെ. കാരണം സാജൻ്റെ വസ്ത്രം വളരെ പഴയ ഒരു വസ്ത്രമായിരുന്നു. उस वक्त मैं सोच रही थी कि मैं कितनी बदनसीब माँ हूँ. ഞാൻ എത്ര ദൗർഭാഗ്യയായ അമ്മയാണ് എന്ന് ആ നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. अपने बेटे को नए कपड़े तक खरीद कर न दे सकी. എൻ്റെ മകന് പുതിയ വസ്ത്രം പോലും വാങ്ങി നൽകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന രൂപത്തിൽ അവർ ചിന്തിച്ചു. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലുള്ളത്. ഈ പാഠഭാഗം വിശദീകരിച്ചത് നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ശുക്രിയ.